ലൈംഗികാരോപണ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ച് ക്രൈംബ്രാഞ്ച്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്ന് എഫ്ഐആറിൽ പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ പെൺകുട്ടികളെ നിരന്തരം ശല്യം ചെയ്തതിനും ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയതിനും വിവിധ വകുപ്പുകൾ ചുമത്തി. എഫ്ഐആറിന്റെ പകർപ്പ് 24 ലഭിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ തീരുമാനം കൂടിയാലോചനയ്ക്ക് ശേഷമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. 5 പേരുടെ പരാതികളിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. കേസുമായി നേരിട്ട് ബന്ധമില്ലാത്ത 5 പേരും മൂന്നാം കക്ഷികളാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച എഫ്ഐആറിൽ ഇരകളാക്കപ്പെട്ടവരുടെ മൊഴിയില്ല. സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതികളിലാണ് കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. BNS 78(2), 351, പോലീസ് ആക്ട് 120 വകുപ്പുകളാണ് ചുമത്തിയത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഇങ്ങനെ: അതെല്ലാം പാർട്ടി എടുക്കേണ്ട ചില തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ്. ഞങ്ങളെല്ലാം കൂടിയാലോചിച്ച് എല്ലാ തീരുമാനം എടുക്കുള്ളൂ. ഇപ്പം ഞാൻ CLP ലീഡറാണ്. ഞാൻ പോലും ആ തീരുമാനം ഞാനാണ് പറയേണ്ട ആ തീരുമാനം, അല്ലേ? ഞാൻ പോലും പറയാൻ പാടില്ല അങ്ങനെ തീരുമാനം. അതെല്ലാവരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് അന്നത്തെ സാഹചര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി പറയാൻ രമേശ് ചെന്നിത്തലയും തയ്യാറായില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികൾ ശരിയാണെന്നും തനിക്ക് നേരെ സൈബർ ആക്രമണം നടക്കുന്നുണ്ടെന്നും BD സതീശൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.